പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലുമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതൽ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ ദൈവശക്തി കൈവരിക്കുവാൻ കുടുംബങ്ങളെ അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ സഭ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉടമ്പടി വെച്ചിരിക്കുന്നവര് ഉടമ്പടി വെച്ച നിയോഗങ്ങൾ, ഉടമ്പടി വയ്ക്കാനിരിക്കുന്നവര് അവർ മനസ്സിൽ ഓർക്കുന്ന പ്രത്യേക ജീവിത ആവശ്യവും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഭക്തിപൂർവ്വം സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഇടയാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ആമേൻ. Hallelujah, 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 Amen. Hallelujah, 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 Amen. Hallelujah, Hallelujah, Hallelujah. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ 2 കാര്യമാണ് മനുഷ്യന് ദൈവദൃശ്യന് അർഹത ഉണ്ടാക്കുന്നത്. ഒന്ന്, മനുഷ്യനെ സ്നേഹിക്കുക. 2ാമത്, ദൈവത്തെ സ്നേഹിക്കുക. ഇത് കേട്ടപ്പോൾ തന്നെ ഈശോ ഈ മനുഷ്യൻ്റെ വീട്ടിലോട്ട് ബൈപ്പെഴുത്താൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ മനുഷ്യൻ തിരിച്ച് ശതാധിപൻ കർത്താവിൻ്റെ എതിരെ വരും. ദൂതന്മാരേക്കും. ദൂതന്മാരെ അയച്ചിട്ട് പറയുന്ന ദൂത്, അതായത്
ശതാധിപൻ തന്നെ വന്നിട്ട് പറയും, ഞാൻ അങ്ങ് എൻ്റെ വീട്ടിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ടാണ് നേരിട്ട് പോലും അങ്ങയെ കാണാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എന്തോ ഒരു എളിമ എൻ്റെ മക്കളെ. ശരിക്കും ഇത് ഭക്തിയുടെ അപ്പുറത്തെ സംഭവമാണിത്. ഇന്ന് മനുഷ്യനെ ദൈവത്തോട് കാണിക്കുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത് ഭക്തിയുടെ കുറവ് ശരിക്കുമുണ്ട്. ഭക്തിയുടെ കുറവ്. ഇപ്പോൾ ഒരു ദേവാലയത്തെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഒരു ദേവാലയത്തെ നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്, ശരിക്കും എന്നാ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ മുട്ടേ നിന്നിട്ടാണ് തല കുമ്പിട്ടിട്ടാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഒരു നിവൃത്തിയില്ലെങ്കിൽ, അത്രയും ധൃതിയാണെങ്കിൽ തല കുമ്പിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ആരാധിക്കണമെന്ന് ഒരു ഉറപ്പ് വരുത്തണ്ടേ? അപ്പോൾ ആരാധനയുടെ ഉറപ്പ്, ആ ഒരു ബോധം കിട്ടിയിട്ട് നമ്മൾ തല നിവർന്ന് തിരിച്ചു പോകും. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയാണ്. നിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഡിസ്റിഗാർഡ് ചെയ്യണത്? നീ അതിനേക്കാൾ മോശമായിട്ട് ദൈവത്തോട് പെരുമാറിയിട്ടാണ്. നിനക്ക് ദേവാലയത്തെക്കുറിച്ച് അറിയത്തില്ല, ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാം, പക്ഷേ നീ അതനുസരിച്ച് മാനസികമായിട്ട് നിൻ്റെ മനസ്സിനെ ഒരുക്കിയിട്ടില്ല. ഭക്തി വലിയ വിഷയമാണ്. ഭക്തി എന്ന് പറയുന്നത് എളിമയെന്ന് വരുന്നതാണത്. എളിമയിൽ നിന്നും ദൈവത്തോടുള്ള ആരാധനയിൽ നിന്നാണ് ഭക്തി വരണത്. അപ്പം ആ എളിമയും ആരാധനയും ഉള്ളവൻ അവൻ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. കാരണം നമ്മൾ ദൈവത്തെക്കാൾ വലിയ പുള്ളികളാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പള്ളിയിൽ കൂടിയും അതുപോലെ പള്ളിയുടെ മുറ്റത്ത് കൂടിയൊക്കെ പാസ് ചെയ്യണത്. അപ്പം തന്നെ അറിയാം നിൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിനക്കത് പറഞ്ഞു തരും, ഇങ്ങനെയല്ലടാ വിഡ്ഢി ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ഇല്ലായ്മയാണ് ഭക്തി കുറയാനുള്ള ഒരു കാരണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നോട്ട് തരും. ഇപ്പോഴത്തെ ഇതെടുത്ത പൊസിഷൻ എന്താണ്, ഇപ്പോഴെന്താ നീ ചെയ്യേണ്ടതെന്ന് ഈശോ അവിടെ ഇരിക്കുന്നുണ്ട്. നീ ഇതിലെ കൂടി കടന്നു പോവുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് പരിശുദ്ധാത്മാവ് നിനക്ക് നോട്ട് തരും. ഇന്ന് മനുഷ്യന് ഭക്തി കുറയാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ കുറവാണ്. കാര്യം പറഞ്ഞു തരാൻ ആരുമില്ല. കാര്യം അപ്പനും അമ്മയും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അവർ വീട്ടിലിരിക്കുമല്ലോ. അപ്പനും അമ്മയും ഉണ്ടായിട്ട് ഈ നമ്മൾ സഞ്ചരിക്കുമ്പോഴൊക്കെ ഓരോരോ സമയത്ത് ദൈവമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ അപ്പനും അമ്മയും എന്ന് പറയാമോ? അവരെ നമുക്ക് 6 വയസ്സോ 12 വയസ്സോ ഉള്ളപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞാൽ പിന്നെ പറയേണ്ടത് ആരാണ്? എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ അവൻ നിങ്ങൾക്ക് തരുമെന്ന്. അപ്പോഴേ എന്നേക്കും എവിടെയായാലും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പം എവിടെയാകുമ്പോഴും പരിശുദ്ധാത്മാവ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഭക്തി കാണിക്കുന്ന സ്ഥലത്ത് ഭക്തിയും ആരാധിക്കേണ്ട സമയത്ത് ആരാധനയും, അത് മുതിർന്നവരോടായാലും സഭാശ്രേഷ്ഠന്മാരോടായാലും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി ദൈവത്തോടായാലും നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിന് നിറവുള്ളവർക്ക് ഭക്തിയും ബഹുമാനവും ആദരവും വരും. പ്രാർത്ഥിക്കുക, ഏറ്റവും പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിലെ കൂടുതൽ സാന്നിധ്യബോധവും അതുപോലെ തന്നെ ഭക്തിയും ആരാധനയും തോന്നുവാൻ ആവശ്യമായ ദൈവാത്മാവിനാൽ എന്നെ നിറക്കണമേ, എന്നെ അനുസ്മരിപ്പിക്കണമേ. ഹല്ലേലൂയ, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ശതാധിപനോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എത്ര വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. 7:10
ശതാധിപനെ ഈശോ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അംഗീകാരമാണ്. ഓരോ വിശ്വാസിക്കും ദൈവത്തിൽ നിന്ന് അംഗീകാരം വേണ്ടതാണ്. നമ്മളിപ്പോൾ 40-45 വയസ്സായിട്ട് ഇപ്പോഴും ദൈവദൃഷ്ടിയിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടിയിട്ടില്ലേ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് 45-55 വയസ്സായിട്ടും ദൈവത്തിൽ നിന്നൊരു അംഗീകാരം നിനക്ക് കിട്ടിയോ? ഇപ്പം കർത്താവ് ശ്രദ്ധാതി കൊണ്ട് പറഞ്ഞില്ലേ, ഇത്രയും വലിയൊരു വിശ്വാസം, ഓരോ വിഷയം, ഓരോ അത്ഭുതം കഴിയുമ്പോഴും കർത്താവ് അംഗീകാരം കൊടുക്കണ കാണാം. കാര്യം അംഗീകരിക്കപ്പെടേണ്ടവർക്കാണ് ഈശോ അത്ഭുതം കൊടുക്കുന്നത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? ഓരോ അത്ഭുതം കഴിയുമ്പോഴും ഓമൺ യുവർ ഫെയ്ത്ത് ഇസ് സോ ഗ്രേറ്റ് എന്ന് ഈശോ പറയും. എന്താ പറയണത്? രക്തസ്രാവക്കാരോഗ്യാണ് പറയുന്നത്, നിൻ്റെ വിശ്വാസം വലുതാണ്. എന്താണ്? ഓരോ വിശ്വാസിയെയും കർത്താവ് അംഗീകരിക്കും. അംഗീകാരത്തിന് മുമ്പ് ഒരു അത്ഭുതം നടന്നിരിക്കും. നിൻ്റെ ജീവിതത്തിലെ അത്ഭുതം എപ്പോഴെല്ലാം നടന്നിട്ടുണ്ടോ അതെല്ലാം ദൈവം നിനക്ക് നൽകുന്ന അംഗീകാരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴെല്ലാം നിൻ്റെ പ്രാർത്ഥന കേട്ടതായിട്ട് നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അതെല്ലാം ദൈവം നിനക്ക് തരുന്ന, നിൻ്റെ വിശ്വാസം നൽകുന്ന അംഗീകാരത്തിൻ്റെ അടയാളമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ അങ്ങനെ ഒരു വലിയ അംഗീകാരം അവൻ്റെ വിശ്വാസത്തിന് കൊടുക്കാൻ എന്താണ് കാരണം? അല്ല, ഒരു കാര്യം, ഇവൻ സിനഗോഗ് പണിത് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ കാര്യമല്ല. ആ ശതാധിപൻ യഹൂദ ജനതയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ കാര്യവുമല്ല. അത് രണ്ടും വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് അവൻ്റെ അർഹത തെളിയിക്കണത്. എന്താണ്? ഇവൻ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ, നിന്നെ നേരിട്ട് കാണാൻ പോലും യോഗ്യതയില്ല എനിക്ക് എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഈ പെരുവഴി നിന്നായാലും ശരി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. അതാണ് സംഭവം. നമ്മൾ ലൂക്ക 7:7 വായിക്കുന്നതാണ്. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത് ആ ഭാഗം വായിച്ചപ്പോഴേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? അവൻ വിജാതീയനാണ്, പക്ഷേ ദൈവവചനത്തിലെ അവന് വല്ലാത്ത തീഷ്ണതയാണ്. കർത്താവിൻ്റെ വാക്കിലെ കർത്താവിനെ പോലെ തന്നെ അവന് പ്രാധാന്യമാണ്. കർത്താവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് പോലെ തന്നെയാണ് അവൻ വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. ദൈവവേദലേ, യേശു എഴുന്നള്ളി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഫിസിക്കൽ പ്രസൻസ് ഒരു പക്ഷേ 1000 ദിവസങ്ങളിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ഫീൽ ദ പ്രസൻസ് തോന്നത്തുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ വലുതാണ് നിൻ്റെ വീട്ടിൽ നിൻ്റെ കൂടെ ഇരിക്കുന്ന ബൈബിളിലുള്ള നിൻ്റെ വിശ്വാസം. നീ എപ്പോഴും വായിക്കുന്ന വചനം. ഇപ്പം നമ്മുടെ വീടുകളിലെല്ലാം വചനങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷെ ഒരു കഥയുമില്ല. എന്താ കാര്യത്തിൽ അവരിങ്ങനെ ഒരു ഇൻഫർമേഷൻ, ഒരറിവിനുള്ള സംഭവം വായിക്കണ പോലെയാണ്. വീടുകളിലൊക്കെ ഒരു പടുതി വായനയില്ലേ? നമ്മൾ ഒരു ആചാര വായനയാണ്. ഈ ആചാര വായന, പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്ക് സ്തുതി കൊടുക്കണ ഒരു ആചാരമുണ്ട്. അതുപോലെ ജപമാല കഴിയുമ്പോൾ ഒരു അധ്യായം വായിക്കും. ഈ ആചാര വായനക്കൊരു കഥയുമില്ല. ആചാര വായനകളെല്ലാം അഭിഷേകമാകണമെങ്കിൽ ആ വചനം വായിക്കുമ്പോൾ തന്നെ വീട്ടുകാർ മുട്ടേദിക്കണം. അല്ല, അപ്പന് കൊതുകിനെ അടിച്ചുകൊണ്ട് പുറകിലിരുന്ന്, അമ്മ പേര് തലയിൽ തുറകിക്കൊണ്ടിരുന്ന്
കൊച്ചു നോവൽ വായിക്കണോണ്ട് വചനം വായിച്ചാൽ എന്തനുഭവം കിട്ടാനാണ്? നീ അതിന് വിശ്വസിക്കുന്നുണ്ട്. ശതാധിപനെ കണ്ട് പഠിച്ചേ. ശതാധിപൻ എന്താ പറയണത്? ശതാധിപൻ പറഞ്ഞ ഇതാണ്, കർത്താവെ നീ ബൈ പേഴ്സൺ ഫിസിക്കൽ പ്രസൻസ് അതിന് പോലെ തന്നെ ഞാൻ പ്രാധാന്യം കാണുന്നതാണ് നിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വചനം. നീ ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്തോ ഒരു വിശ്വാസമാണ്. ഇത് കേട്ടിട്ടാണ് ഈശോ കോൾമഴ കൊള്ളണം. കർത്താവ് പറയും, ഇത്ര വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഈശോ എപ്പോഴും വരണം എങ്ങനെ താരതമ്യപ്പെടുത്തും. ദൈവത്തിലെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ താരതമ്യം ഉണ്ടേ. ഇപ്പം നിൻ്റെ അനിയത്തിയേക്കാൾ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. ഒരു കോമ്പറ്റീഷനാണ് വിശ്വാസ കാര്യത്തിൽ, കോമ്പറ്റീഷൻ. അതായത് നിൻ്റെ അപ്പനേക്കാൾ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. അതൊരു കോമ്പറ്റീഷനാണ്, അതൊരു മത്സരമാണ്. വേറെ ഭൗതിക കാര്യങ്ങളിലല്ല മനുഷ്യൻ മത്സരിക്കേണ്ടത്, ആത്മീയ കാര്യങ്ങളിൽ ഒരു മത്സര ബുദ്ധി നമുക്കുണ്ടാവണം. എന്താ കാര്യം എന്നറിയാവോ? അപ്പം നിങ്ങളവർക്കും അച്ഛാ അങ്ങനെ അത് ശരിയാണോ, നമുക്കങ്ങനെ വിശ്വാസത്തിൽ മത്സരിക്കാവോ എന്ന് ചോദിച്ചാൽ കർത്താവ് ചോദിച്ചിട്ടുണ്ടല്ലോ. അതായത് ഇപ്പം പത്രോസിനോട് ചോദിച്ചില്ലേ, എന്താ ചോദിച്ചത്? 21:15 നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? തീർന്നില്ല പണി. അതാണ് പ്രശ്നം. നീ എന്നെ സ്നേഹിക്കുമെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അതല്ല. യോഹന്നാൻ 21:15 പറഞ്ഞ എന്താണ്? പത്രോസിനോട് പോകാൻ നേരത്തെ പറഞ്ഞ എന്താണ്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പം സ്നേഹിച്ചാൽ മാത്രം പോരാ, നമ്മുടെ കൂടെ ഉള്ളവരെ, ഇപ്പോൾ കുടുംബത്തിൽ അപ്പനും അമ്മയും അനിയനും മക്കളെ ചേട്ടനും പെങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് നിന്നോട് ചോദിക്കും, നീ അവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പം നമുക്ക് ചങ്കെ കൊണ്ട് പറയാം, യെസ് ജീസസ്, ഞാൻ എൻ്റെ അപ്പനേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവവേദനെ, എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കർത്താവിന് നീ പറഞ്ഞപ്പോൾ തോന്നണം കർത്താവിന്. അപ്പോൾ നീ നിൻ്റെ അർഹത വർദ്ധിക്കും, നിൻ്റെ അർഹത വർദ്ധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു എയർ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനം മീഡിയയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരു മിഷൻ റെട്രീറ്റ് ഗൂഗിൾ മീറ്റ് പോലെ ഞങ്ങൾ നടത്തി. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കർത്താവ് എന്നോട് ഇത് പറഞ്ഞത്. അതായത് ഒരു മനുഷ്യൻ്റെ വാല്യൂ, ദൈവ തിരുസന്നിധിയിലുള്ള അവൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കണമെന്ന്. ഞാൻ പിന്നെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച്, ഇന്നും ഇപ്പം താമസിച്ചു പോയില്ലേ, എനിക്ക് വചനം കിട്ടുന്നില്ലായിരുന്നു. കർത്താവ് എനിക്കൊരു നോട്ട് തരാതെ ഞാൻ മുറിന്ന് എനിക്കത് ഇറങ്ങത്തില്ല. കാര്യം എനിക്കറിയാം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് പണ്ട് ഞാൻ പറഞ്ഞതോ, ഞാൻ എത്രയോ ഒരു 10,000 ധ്യാനം നടത്തിയിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടൊക്കെ. എനിക്ക് വേണമെങ്കിൽ എന്തും വേണമെങ്കിൽ 2 മണിക്കൂറൊക്കെ ഒന്ന് 2 ദിവസമൊക്കെ കൂടെ ഒന്ന് സംസാരിക്കുക. പക്ഷേ അങ്ങനെ ഞാൻ സംസാരിക്കത്തില്ല. ഈ ധ്യാനത്തിന് കർത്താവ് എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് നോട്ട് തരണം. അതുവരെ ഞാനിങ്ങനെ പമ്മി അവിടെ ഇരിക്കും. അവസാനം ചിലപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ കർത്താവ് തരാതിരിക്കത്തില്ല. അപ്പം ഞാൻ ഈ ഗൂഗിൾ മീറ്റിന് മീഡിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോണ സമയത്ത് കർത്താവിനോട് പറഞ്ഞത് ഓരോ വ്യക്തികളുടെയും വാല്യൂ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ഓരോ വ്യക്തികളുടെയും വാല്യൂ വർദ്ധിപ്പിക്കാൻ. കാരണം നമുക്കുള്ളതിനേക്കാൾ മീഡിയയിൽ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ ഓരോരുടെ ആംബിയർ വർദ്ധിക്കുമെന്ന്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഓരോ വ്യക്തികൾ, ഇപ്പം നിങ്ങൾ കേട്ട ഈ വചനമില്ലേ, ഇതൊരു നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എന്നാ സംഭവിക്കണത്? അപ്പം തന്നെ നിങ്ങളുടെ ആംബിയർ വർദ്ധിച്ചു, ദൈവത്തിരുസന്നിധിയിൽ വിലയുള്ള ആളായി മാറി. അപ്പം തന്നെ നീ നിൻ്റെ കൂട്ടുകാരെക്കാൾ ഉപരി, വീട്ടിലുള്ളവരെക്കാൾ ഉപരി, ചേട്ടനേക്കാൾ ഉപരി, ചേച്ചിയേക്കാൾ ഉപരി, അപ്പനേക്കാൾ ഉപരി, അമ്മയേക്കാൾ ഉപരി, മക്കളെക്കാൾ ഉപരി നീ ദൈവത്തെ സ്നേഹിച്ചു. കർത്താവ് അത് ചോദിക്കുന്നുണ്ട്.
എന്താണ് ചോദിക്കണത്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയണത് അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമല്ല. എപ്പോഴും നമുക്കൊരു ഒപ്പോണൻ്റ് ഉണ്ടായും, ഒരു റെഫറൻസ് പോയിൻ്റ് ഉണ്ടാകും. അവരെക്കാൾ ഉപരി സ്നേഹിക്കാൻ വേണ്ടി, അവരെക്കാൾ ഉപരി സ്നേഹിക്കാൻ വേണ്ടി. അതാണ് 11:21-15 നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ചത്. അതുപോലെ തന്നെയാണ് ശരിക്കും. അതായത് കർത്താവ് എപ്പോഴും നമ്മളുടെ ഇപ്പം തന്നെ വേറൊരു വചനമില്ലേ, അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:21, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:21 എന്നാ പറയണത്? ദൈവത്തിരുസന് സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയുന്നില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിരുസന്നിധിയിലുണ്ട് സമ്പത്ത്. അപ്പം നമുക്ക് ദൈവത്തിരുസന്നിധി സമ്പത്തുണ്ട്, നമുക്ക് സമ്പന്നനാകാൻ കഴിയും. അപ്പം ദൈവത്തിരുസന്നിധി സമ്പന്നനായ ഒരു മനുഷ്യനാണ് ഈ ശതാധിപൻ. അയാൾ ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നനാണ്. എന്താണ് സംഭവിച്ചത്? ഇപ്പം വിശുദ്ധ ലൂക്കാ സുവിശേഷം 12:21 ദൈവത്തിരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞില്ലേ? ആ ശതാധിപൻ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്ന ആളല്ല. അയാളുടെ ശമ്പളം കൊണ്ടല്ലേ സിനഗോഗ പണിത് കൊടുത്ത് യഹൂദന്മാർക്ക്. അപ്പം ദൈവത്തെ ഒരു സമ്പത്തായിട്ട് ആ മനുഷ്യൻ കണ്ടെന്നല്ലേ പറയണത്? അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ. അത് എന്താണ്? അങ്ങനെ വിട്ട് എഴുന്നുള്ള ഒരാളുടെ യോഗ്യത ഒന്നും എനിക്കില്ല. ഞാൻ ഇങ്ങനെ കുറേ പരസ്യമൊക്കെ ചെയ്യുന്ന ആളാണ്. അതായത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങ് ബൈ പേഴ്സൺ എൻ്റെ വീട്ടിൽ വരുവാൻ ഐ ഡോണ്ട് തിങ്ക് ഐ ആം മെറിറ്റോറിയസ്, എനിക്ക് തോന്നണില്ല എന്ന് പറയും. അപ്പോഴേ എന്നിട്ട് പറയും, എനിക്ക് മെറിറ്റോറിയസ് ആയിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്. ആൻഡ് യു ആൻഡ് യുവർ വേർഡ് ഈസ് ഈക്വൽ. നീയും നിൻ്റെ വചനവും ഒരുപോലെ ഈക്വലാണ്, ഒരുപോലെ തുല്യമാണെന്ന് പറയും. ദാറ്റ് ഈസ് മെറിറ്റോറിയസ്. അതാണ് ശതാധിപൻ്റെ അർഹത എന്ന് പറയണത്. എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസിൻ്റെ അത്രയും തന്നെ ആക്കവും തൂക്കവും ഈ റോമൻ സർക്കിൾ ഇൻസ്പെക്ടർ കൊടുക്കുന്നുണ്ട്, സെഞ്ചൂറിയൻ കൊടുക്കുന്നുണ്ട്. ദൈവവേദല് നിൻ്റെ അർഹത എങ്ങനെ നീ കൂടും? ദൈവവേദല് നിൻ്റെ സമ്പത്ത് എങ്ങനെ കൂടും? ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തെപ്പോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പ്രവർത്തികമാക്കുമ്പോൾ നിൻ്റെ അർഹത ദൈവത്തിന് സമ്പന്നതയായിട്ട് വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേപ്പോലെ തന്നെ അങ്ങയുടെ വചനത്തിന് തുല്യ സ്ഥാനം കൊടുത്തുകൊണ്ട് അത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ആ വചനത്തിന് സാക്ഷിയായിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പന്നനാകാനും ശതാധിപനെ പോലെ അർഹതയുള്ളവനാകുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. യേശുവേ